ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. 2ാമത്തെ യൂണിറ്റ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു പോമാണ്. എന്തിനെ പറ്റിയുള്ള പോമാണ്? നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ നേച്ചറിനെയും യൂണിവേഴ്സിനെയും കുറിച്ചുള്ള ഒരു പോമാണ് അല്ലേ. അപ്പോൾ എത്ര കണ്ടാലും എത്ര അറിഞ്ഞാലും ഇനിയും അറിയാത്തതും അറിയാനുള്ളതുമായ ഒട്ടേറെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പോമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും മുഴുവനായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വൈ ഡസ് ദി സ്പീക്കർ സിംഗ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്? എന്തുകൊണ്ടാണ് സ്പീക്കർ വിസ്മയത്തോടു കൂടി, അമേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിസ്മയം, വണ്ടർ എന്ന് പറഞ്ഞാൽ അതിശയം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ പാട്ട് പാടുന്നത്? ആൻസർ നോക്കാം നമുക്ക്. ദി സ്പീക്കേഴ്സ് ഹാർട്ട് ഓവർഫ്ലോസ് വിത്ത് ജോയ് ഇൻസ്പയർഡ് ബൈ നേച്ചേഴ്സ് ബ്യൂട്ടി ആൻഡ് ലൈഫ്സ് മിസ്റ്ററീസ്. He feels joy from experiencing nature, the flow of time and new discoveries. These powerful feelings make him want to sing in amazement. ഇതിൻ്റെ അർത്ഥം നോക്കാം. ദ സ്പീക്കേഴ്സ് ഹാർട്ട് ഓവർഫ്ലോസ് വിത്ത് ജോയ്. സ്പീക്കറിൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് ഓവർഫ്ലോ ചെയ്യാണ്, നിറഞ്ഞ് കവിയാണ്. അതായത് അത്രത്തോളം സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണ്? ഇൻസ്പയർഡ് ബൈ നേച്ചർ അല്ലേ, ഈ പ്രകൃതിയിലുള്ള പല കാര്യങ്ങളും കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ, പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹത്തിന് ഇത്രയധികം സന്തോഷം വരുന്നത്. അതുപോലെ തന്നെ ലൈഫ്സ് മിസ്റ്ററീസ്, ജീവിതത്തിൻ്റെ നിഗൂഢതകളും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഹി ഫീൽസ് ജോയ്സ് ഫ്രം എക്സ്പീരിയൻസിങ് നേച്ചർ, ദ ഫ്ലോ ഓഫ് ടൈം ആൻഡ് ന്യൂ ഡിസ്കവറീസ്. എന്താണ്? ഈ ഒരു പ്രകൃതിയെ അദ്ദേഹം അറിയുന്നതിൽ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും പല മാറ്റങ്ങൾ വരുമ്പോഴും അത് കണ്ട് അദ്ദേഹം സന്തോഷിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് ന്യൂ ഡിസ്കവറീസ്, അതുപോലെ തന്നെ ഓരോ ദിവസവും അദ്ദേഹത്തിന് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിലും അദ്ദേഹം സന്തോഷിക്കുന്നുണ്ട്. ദീസ് പവർഫുൾ ഫീലിങ്സ് മേക്ക് ഹിം വാണ്ട് ടു സിംഗ് ഇൻ അമേസ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീലിങ്സാണ്, ഇങ്ങനെയുള്ള വികാരങ്ങളാണ് അദ്ദേഹത്തിനെ പാട്ട് പാടാൻ, ഇങ്ങനെ എന്താ പറയുക, വിസ്മയം കൊണ്ട് പാട്ട് പാടാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം. വാട്ട് ഡു യു തിങ്സ് ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് മീ? ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വേലിയേറ്റം, വേലിയിറക്കോ, അല്ലെങ്കിൽ എന്താണ് തിരമാലകൾ അടിക്കുന്നതൊക്കെ ഇല്ലേ, അതിനെയാണ് ടൈഡ് എന്ന് പറയുക. അപ്പോൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പാസേജ് ഓഫ് ടൈം. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ടൈം മൂവ്സ് വെരി ഫാസ്റ്റ്, ഇൻഫ്ലുവൻസിങ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പാത്ത്. കടന്നു പോകുന്ന സമയത്തെയാണ് ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ പറയുന്നത്? ഇറ്റ് സജസ്റ്റ് ദാറ്റ് ടൈം മൂവ്സ് വെരി ഫാസ്റ്റ്. സമയം ആർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യില്ല അല്ലേ, അതിങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, വളരെ വേഗത്തിൽ പോയിക്കൊണ്ടേയിരിക്കും. ഇറ്റ്സ് പാത്ത് ഇൻഫ്ലുവൻസിങ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തിരമാല വരുമ്പോൾ അതിൻ്റെ തിരമാല അടിക്കുമ്പോൾ തിരമാല വരുന്ന ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ കൂടെ കൊണ്ടുപോകും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് സമയം അല്ലേ. സമയം വരുമ്പോൾ ഓരോ സമയങ്ങൾ മാറുമ്പോഴും നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ എല്ലാവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. ഒരു 10 വർഷം മുമ്പുള്ള പ്രായമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പിക്ക് ഔട്ട് ദ വേർഡ്ലി വണ്ടേഴ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോം. പോമിൽ പറഞ്ഞിട്ടുള്ള വണ്ടേഴ്സ് എന്തൊക്കെയാണ്, അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് ലോകത്തിലെ? ദ വേൾഡ്ലി വണ്ടേഴ്സ് ഇൻ ദ പോം ആർ ദ സൺ, ദ സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഫുൾ ഓഫ് ലൈഫ് ഇൻ വിച്ച് ദ പോയറ്റ് ഹാസ് found a place, the rising and falling seas showing the passing of time, working in woodlands feeling the blades of grass on the feet and the fragrance of flowers. അപ്പോൾ എന്താ പറയുന്നത്? അതിശയങ്ങൾ എന്താണ്, അത്ഭുതങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹം എന്തിനൊക്കെയാണ്? സൺ, സൂര്യനെ പറയുന്നുണ്ട്. സ്റ്റാർസ്, നക്ഷത്രങ്ങളെ പറയുന്നുണ്ട്. ദി യൂണിവേഴ്സ് ഫുൾ ഓഫ് ലൈഫ് അല്ലേ. ഈ ഒരു യൂണിവേഴ്സ്, നമ്മുടെ ലോകത്തിൽ പലതരം ജീവജാലങ്ങളുണ്ട്. അപ്പോൾ ആ ജീവനുള്ള ആ യൂണിവേഴ്സിനെ അദ്ദേഹം അത്ഭുതമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? ദ റൈസിങ് ആൻഡ് ഫോളിങ് സീസ് ഷോയിങ് ദ പാസേജ് ഓഫ് ടൈം അല്ലേ. ഇങ്ങനെ തിരമാല അടിച്ചുയരുന്നതും അതുപോലെ തന്നെ തിരിച്ചു പോകുന്നതും എന്തിനെയാണ് കാണിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്? സമയത്തിനെയാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വാക്കിംഗ് ഇൻ ദ വുഡ് ലാൻഡ്സ് ഫീലിംഗ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്. നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മൈതാനത്തൊക്കെ നടക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഗ്രാസ്, പുല്ലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കാലും ഇങ്ങനെ തട്ടില്ലേ, അപ്പോൾ അതിനെ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് എന്ന് പറയാം. ആ പുല്ലിൻ്റെ ആ നാൽമ്പുകളുണ്ടല്ലോ, അതിനെയാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദി ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സിൻ്റെ നറുമണം അല്ലേ, അതിൻ്റെ ആ സുഗന്ധം ഒക്കെ തന്നെ എന്താണെന്നാണ് പറയുന്നത്? അതിശയമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ,
അടുത്ത ചോദ്യം എന്താ? നാലാമത്തെ ചോദ്യം, വാട്ട് മാഡൻ ദ പോയിറ്റ്സ് മൈൻഡ്? എന്താണ് പോയറ്റിൻ്റെ ആ മനസ്സിനെ വീണ്ടും മാഡൻ ചെയ്തത്, ഭ്രാന്ത് പിടിപ്പിച്ചത്? വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ് വിത്ത് ഹിസ് ഫീറ്റ് ടച്ചിങ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ആൻഡ് എൻജോയിങ് ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് ദ ഹാവ് മാഡൻ ദ പോയിറ്റ്സ് മൈൻഡ്. എന്താ പറയുന്നത്? വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ്, അങ്ങനെയുള്ള വുഡ്ലാൻഡ്സിൽ അവരിങ്ങനെ അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത്, ഈ പിക്ചർ കണ്ടോ, ഇതിനെയാണ് വുഡ്ലാൻഡ് എന്ന് പറയാം. വിത്ത് ഹിസ് ഫീറ്റ് ടച്ചിങ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, നടക്കുമ്പോൾ എന്താണ് കാല് അവിടെയുള്ള പുല്ലിൻ്റെ ബ്ലേഡ്സിലൊക്കെ അല്ലേ, പുല്ലിൻ്റെ നാമ്പുകളൊക്കെ കാലിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടി തട്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആ വുഡ്ലാൻഡിലുള്ള ഫ്ലവേഴ്സിൻ്റെ പൂക്കളുടെ സുഗന്ധവും അദ്ദേഹത്തെ എന്താണ് മത്ത് പിടിപ്പിക്കുന്നു എന്ന് പറയില്ലേ, മത്ത് പിടിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം, വൈ ഡസ് ദ സ്പീക്കർ പ്രിക്ക് ഹിസ് ഇയേഴ്സ്, ഓപ്പൺ ഹിസ് ഐസ് ആൻഡ് ബേ ഹിസ് ഫാത്ത്? അതായത് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ വേണ്ടി ഹൃദയത്തെ തുറന്നു വെക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു മാർക്കിൻ്റെയൊക്കെ ആൻസർ ആണെങ്കിൽ നിങ്ങൾ ആ ആദ്യത്തെ ലൈൻ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ദ സ്പീക്കർ വാണ്ട്സ് ടു ഫുള്ളി എക്സ്പീരിയൻസ് ദ അൺനോൺ വേൾഡ് അറൗണ്ട് ഹിം. സ്പീക്കറിന് തൻ്റെ ചുറ്റുമുള്ള അപരിചിതമായ ലോകത്തെ അറിയണമായിരുന്നു അല്ലേ. ഈ ലോകത്തിൽ നമ്മൾ അറിയാത്തതായി പലതും ഉണ്ട്, അതൊക്കെ അറിയാനുള്ള ആഗ്രഹത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണും കാതും അതുപോലെ തന്നെ ഹൃദയവും തുറന്നു വെച്ചിരുന്നത്. ഇനി മാർക്ക് കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഈ ഭാഗങ്ങളും കൂടി എഴുതുക, അല്ലെങ്കിൽ ആ മുകളിലത്തെ ആ ഒരു ലൈൻ മാത്രം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ബൈ പ്രിക്കിംഗ് ഹിസ് ഇയേഴ്സ് ഹി ആക്റ്റീവ്ലി ലിസൺ ടു ദ സൗണ്ട്സ് ഓഫ് നേച്ചർ. ഇയേഴ്സ് പ്രിക്ക് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്? ഈ നേച്ചറിലുള്ള, ഈ ഒരു പ്രകൃതിയിലുള്ള ഓരോ ശബ്ദവും ചെവിയിലൂടെ അദ്ദേഹം ഒപ്പിയെടുക്കാനാണ് നിൽക്കുന്നത് അല്ലേ. എല്ലാതും അദ്ദേഹത്തിന് അറിയണം. അതുപോലെ തന്നെ എന്താണ്, ഓപ്പണിംഗ് ഹിസ് ഐസ് എലോസ് ഹിം ടു ഒബ്സർവ് ദി ബ്യൂട്ടി ഓഫ് ദെയർ സറൗണ്ടിങ്. ഈ ചുറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള പ്രകൃതിയുടെ ഭംഗി മുഴുവൻ ആസ്വദിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കണ്ണുകൾ എപ്പോഴും ഇങ്ങനെ തുറന്നു വെച്ചിരുന്നത്. ബാരിങ് ഹിസ് ഹാർട്ട് സിഗ്നിഫൈസ് എൻഗേജിങ് ടു ഓൾ ദ എക്സ്പീരിയൻസ് ലൈഫ് ഓഫേഴ്സ്. ബാരിങ് ഹിസ് ഹാർട്ട് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ജീവിതത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന എക്സ്പീരിയൻസുകളൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ഹാർട്ട് ബെയർ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഉത്തരം വരുന്നത്. വാട്ട് ഡു യു തിങ്ക് ദ പോയിറ്റ് മീൻസ് ബൈ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ നോൺ ഐ ഹാവ് സോട്ട് ദ അൺനോൺ? പോയിറ്റ് പറയുന്നുണ്ടല്ലേ, പല കാര്യങ്ങളും അറിയുന്നതിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ സോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെത്തണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? ഇതാണ് ഉത്തരം വരുന്നത്. It suggests that in the midst of all known things, the speaker actively seeks out new experiences and knowledge. He is not satisfied with accepting things as they are. Instead, he is curious and eager to explore things that lie beyond already known. എന്താ പറയുന്നത്? ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ നോൺ തിങ്സ്, അറിയപ്പെടുന്ന പല കാര്യങ്ങളുടെ ഇടയിൽ എനിക്ക് അറിയപ്പെടാത്ത കാര്യങ്ങൾ കൂടുതൽ അറിയാനാണ് ഇഷ്ടം അല്ലേ. പുതിയ പുതിയ എക്സ്പീരിയൻസസ്, പുതിയ പുതിയ അനുഭവങ്ങൾ തേടിപ്പോവാനും അതിൽ നിന്ന് വിദ്യ ആർജിക്കാനും അദ്ദേഹത്തിന് ഇഷ്ടമാണ് അല്ലേ. ഹീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ആക്സെപ്റ്റിംഗ് തിങ്സ് ആസ് ദേ ആർ. എങ്ങനെയാണോ കാര്യങ്ങൾ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അതിൻ്റെ പൊരുൾ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻസ്റ്റെഡ് ഹീ ഈസ് ക്യൂരിയസ് ആൻഡ് ഈഗർ ടു എക്സ്പ്ലോർ തിങ്സ് ദാറ്റ് ലൈ ബിയോണ്ട് വാട്ട് ഈസ് ഓൾറെഡി നോൺ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾക്കും അപ്പുറം പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതറിയാൻ വേണ്ടി അദ്ദേഹം ക്യൂരിയസ് ആയി, ജിജ്ഞാസയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഈഗറായിരുന്നു. അതിൻ്റെ ഒരു ത്വര അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും തുടിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ആക്ടിവിറ്റി നോക്കാം. ചാൾസ് കിങ്സ്ലിയുടെ ഒരു പോമിൻ്റെ വരികൾ കൊടുത്തിട്ടുണ്ട്. ദ സാൻഡ്സ് ഓഫ് ഡി എന്ന പോമിലെ വരികളാണ്. ഓക്കെ, ഓ മേരി ഗോ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം അക്രോസ് ദ സാൻഡ്സ് ഓഫ് ഡി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരേ ലൈന് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ആ പോമിൽ ആ സ്റ്റാൻസയിൽ തന്നെ 2 പ്രാവശ്യം ഒരേ ലൈന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിഫ്രെയിൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ റിഫ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു ഫ്രേസോ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് റിഫ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ താഴെ ഒരു ലൈൻ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ക്യാൻ യു ഫൈൻഡ് ഔട്ട് എ ലൈൻ വിച്ച് ഈസ് റിപ്പീറ്റഡ് ഇൻ ദ പോയം, റൈറ്റ് ഇറ്റ് ഡൗൺ. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലേ, ഏത് ലൈനാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്? ഇതാണ് ഉത്തരം വരുന്നത്. ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം. അപ്പോൾ അതാണ് നിങ്ങളവിടെ ഉത്തരമായിട്ട് എടുത്തെഴുതേണ്ടത് കേട്ടോ. ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം.
ഓക്കെ, അടുത്തത് എന്താണ്? വാട്ട് ഫിൽസ് സ്പീക്കർ വിത്ത് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്? സ്പീക്കറിനെ എന്തൊക്കെ കാര്യങ്ങളാണ് സന്തോഷവും അത്ഭുതവും ഒക്കെ നൽകുന്നത്? ഒരെണ്ണം എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ദ സ്കൈ ഫുൾ ഓഫ് സൺ ആൻഡ് സ്റ്റാർസ്, ദ ബ്യൂട്ടിഫുൾ യൂണിവേഴ്സ് ഫുൾ ഓഫ് ലൈഫ്, ദ പുൾ ഓഫ് ദ വേൾഡ് ഇൻ ഹിസ് ബ്ലഡ്, ദ ടച്ച് ഓഫ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ഓൺ ഹിസ് ഫീറ്റ് ആൻഡ് ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ തനിക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ അതിശയിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ ആക്ടിവിറ്റിയാണ് ലുക്ക് അറ്റ് ദ വേർഡ്സ് ടേക്കൺ ഫ്രം ദ പോം, പുട്ട് ദം ഇൻ പ്രോപ്പർ പെയർസ്. പെയർ ചെയ്യാനാണ് പറയുന്നത്. ഒരെണ്ണം എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്വീഡ് എന്ന് പറഞ്ഞാൽ വേൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഫ്ലവേഴ്സിന് വരുന്നത് ഏതാണ്? ഫ്ലവേഴ്സിന് ഫ്രാഗ്രൻസ് ആണ് വരിക, സുഗന്ധമാണ് വരിക. ഗ്രാസ് ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിൽ കണ്ടു, ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് എന്നാണ് പറയുക. മൈൻഡ് എങ്ങനെയായിരുന്നു? മാഡൻഡ്, മത്ത് പിടിച്ച മാഡൻഡാണ് വരുന്നത്. വെയിൻസ് എങ്ങനെയാണ്? വെയിൻസ് റേസിംഗ് ആണ്. സ്വീഡ് വേൾഡ് ആണ്. ഓക്കെ, ആണ് ആൻസർ വരുന്നത്. അടുത്തത് നാലാമത്തെ ചോദ്യമാണ് ലെറ്റസ് റീവിസിറ്റ് ദ ഫസ്റ്റ് സ്റ്റാൻസ. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് സൺ ആൻഡ് സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. എമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ് ആൻഡ് ഇറ്റ് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലേ, റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരേ സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരേ ഫ്രേസ് റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിഫ്രെയിൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കി, ആലിട്രേഷൻ എന്താണെന്നാണ്? ഇനീഷ്യൽ കൺസണന്റ് സൗണ്ട്സ് ഓഫ് എ വേർഡ്, റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കൺസണന്റ് സൗണ്ട്സ് ഓഫ് എ വേർഡ് ഇൻ സെയിം ലൈൻ ഓഫ് എ പോം ഈസ് ആലിട്രേഷൻ. നമുക്ക് നോക്കാം. കണ്ടോ, ആദ്യത്തെ ലൈനിൽ സ്കൈയിൽ എസ് ഉണ്ട് അല്ലേ, പിന്നെന്താണ്? സണ്ണിൽ എസ് ഉണ്ട്, സ്റ്റാർസിൽ എസ് ഉണ്ട്. കണ്ടോ, അപ്പോൾ അങ്ങനെയുള്ള കൺസെൻറ്റ് വേർഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? എസ് 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 എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആലിട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള എക്സാമ്പിൾസ് ഇനിയും കണ്ടെത്തി എഴുതാൻ പറയുന്നുണ്ട്. നമുക്ക് വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ്, അവിടെ ഏത് ലെറ്ററാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? WWW. കണ്ടോ, അതാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫ്ലവേഴ്സ്, ഫ്രാഗ്രൻസ്, എഫ് അല്ലേ, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മാഡൻ മൈ മൈൻഡ്, മാഡൻഡിൽ എം ഉണ്ട്, മൈൽ എം ഉണ്ട്, മൈൻഡിലും ഫസ്റ്റ് ലെറ്റർ എം ആണ് വരുന്നത്. ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ്, G റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? ആ ഫസ്റ്റ് വേർഡ് ഒരേ ലൈനിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് നമ്മൾ ആലിട്രേഷൻ എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.